ചിന്താത്മകമായ ഒരു കഥയുണ്ട്. ഭക്തനായ ഒരു ക്രിസ്ത്യാനി സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ തന്റെ മുൻകാല ജീവിതത്തിന്റെ ഒരു റീക്യാപ്പ് ചിത്രം അവിടുത്തെ ടെലിവിഷനിൽ പ്രദർശിപ്പിച്ച് ഇദ്ദേഹത്തെ കാണിച്ചു. അയാൾ യേശുവിനോടൊപ്പം കടന്നുപോയ ജീവിതപാതയിൽ യേശുവിൻ്റെയും തൻ്റെയും പാദമുദ്രകൾ കാണാൻ കഴിഞ്ഞു. അയാൾ ഓരോ സംഭവവും ഓർത്തു. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികൂലങ്ങളുടെ കാലയളവായിരുന്നു. രോഗത്തിൻ്റെ, പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ എരിഹോ കോട്ട, കല്ലും മുള്ളുകളും നിറഞ്ഞ പാതകൾ. എന്നാൽ ഏറ്റവും വൈഷമ്യമേറിയ ചില ഘട്ടങ്ങളിൽ രണ്ടുപേരുടെ പാദമുദ്രകൾ കാണുന്നില്ല, കേവലം ഒരാളുടെ മാത്രം. അയാൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഭവത്തോടെ യേശുവിനോട് ചോദിച്ചു, എന്നാലും എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിഷമിച്ച ഈ കാലഘട്ടത്തിൽ അങ്ങ് എന്നോടൊപ്പം വരാതിരുന്നത്, എന്നെ ഏകനായി കൈവിട്ടത് എന്തുകൊണ്ടാണ്? അപ്പോൾ ദൈവം തമ്പുരാന്റെ സ്നേഹമസൃണമായ മറുപടി, മകനെ, ആ സമയം ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. ഒരാളുടെ മാത്രമായി നീ കാണുന്ന ആ പാദമുദ്രകൾ നിന്റേതല്ല, എൻ്റേതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. അവൻ നമുക്ക് വേണ്ടി സകലതും കരുതുന്നവനാണ്. നമ്മെ തേടി വന്ന സ്നേഹസ്വരൂപനായ പിതാവാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എരിഹോ കോട്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല തകർക്കുന്നത് എന്നോർക്കുക. അത്തരം ഘട്ടങ്ങളിൽ, വിഷമസന്ധികളിൽ യേശു നിങ്ങളോടൊപ്പമുണ്ട്. അവൻ നിങ്ങളുടെ മുന്നിലുള്ള മലകളെ, വൻ കോട്ടകളെ നീക്കുവാൻ വിശ്വസ്തനാണ്. ജീവിതത്തിന്റെ പരുപരുത്ത പന്താവുകളിൽ ഏകനെന്ന് കരുതി നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ യേശുവിൻ്റെ അദൃശ്യ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ടെന്ന് അറിയുക. കാണാതെ പോയ കുഞ്ഞാടിനെ തേടി അതിനെ തോളിലേറ്റിയ ദൈവസ്നേഹം നമ്മുടെ എല്ലാ വഴികളിലും ഇടറിപ്പോകാതെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമാണെന്ന് മനസ്സിലാക്കുക. നമ്മെ താങ്ങുന്ന കരങ്ങൾ ബലഹീനമല്ല, അവ കരുത്തുറ്റതാണ്.